നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിശുദ്ധിയിൽ അധിവസിക്കുന്ന നമ്മുടെ കർത്താവ് വിശുദ്ധരായിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞ കർത്താവിന്റെ ആ വിശുദ്ധ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു. നമ്മുടെ ദൈവസാന്നിധ്യത്തിന് ദൈവത്തിന്റെ കൃപകൾ ഇന്ന് പകൽക്കാലം നമ്മൾ വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നോട്ടത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ പ്രവർത്തികളിൽ വന്നുപോയ എല്ലാ കുറവുകളും ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നൊരു ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വിശുദ്ധ പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, കൊതിയാണപ്പാ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കൊതിയാണപ്പാ അങ്ങയുടെ കൃപകൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അതിന് തടസ്സമായതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ സഭയിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവെ എടുത്തു മാറ്റി ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ആരാധനയിൽ അങ്ങ് പ്രസാദിക്കുമാറാകണമേ. ഞങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ, ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, ഞങ്ങൾ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ നാമം ഇന്ന് പകൽക്കാലം ഞങ്ങളിൽ കർത്താവെ മഹത്വം എടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആദ്യം മുതൽ അന്ത്യം വരെ കർത്താവേ ഞങ്ങളോട് കൂടെ ഇന്ന് പകൽക്കാലം വസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ശുശ്രൂഷിക്കുന്ന നിന്റെ ദാസന്മാരെ നിന്റെ അഭിഷേകം കൊണ്ട് ഇന്ന് പകൽക്കാലം നിറയ്ക്കുമാറാകണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനം നിങ്ങൾക്ക് വിളങ്ങി തരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വന്നതുപോലെയല്ലപ്പാ, ഒരു വലിയ ദൈവകൃപയോടെ ഇന്ന് പകൽക്കാലം മടങ്ങി പോകുവാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു മറുപടിയുമായി ദൈവ സാന്നിധ്യവുമായി ഇന്ന് പകൽക്കാലം മടങ്ങി പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ആരാധന കടന്നു വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കർത്താവെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഈ ദേശത്തിന് കർത്താവെ ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. സകലവും യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. Praise you, Jesus. കരങ്ങളെടുത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah. Hallelujah. ഈ പാട്ട് പാടുമ്പോൾ Hallelujah. 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 സർവ സൃഷ്ടികളും നായി പുകഴ്ത്തിടും സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും നായി പുകഴ്ത്തിടും സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ കാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പുണ്യനാഥനെ. ഈശോയുടെ കാലത്തിൽ
Hallelujah.
വചനത്തിൽ കാണുന്നത് പോലെ മത്തായി 10:29-30 ആമേൻ. കാശിന് രണ്ട് ഹല്ലേലൂയ. തുകയിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിങ്ങൾക്ക് വേലയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. കുരുകിലിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നു. കുരുകിലിന് എത്ര വിശേഷതയുണ്ടെങ്കിൽ നമ്മൾ എത്ര വിശേഷതയുള്ളവർ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവം, ആ പിതാവ്, ഹല്ലേലൂയ, അതിലും വിശേഷതയുള്ളവൻ. ആ ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് നമ്മൾ ബൈബിൾ സ്റ്റഡി കേട്ടതുപോലെ ഹല്ലേലൂയ, there is no god other than our God, he is a omnipresent God. ഹല്ലേലൂയ, ആ ദൈവത്തെ ദൈവമെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കി പിന്നെ നമുക്ക് ചില നിമിഷങ്ങൾ കൂടെ ആരാധിക്കാം. എന്താലയിലെ മൂടികളുമെല്ലാം നമ്മെ അമരടിയായിരുന്നു. എന്താലയിലെ മൂടികളുമെല്ലാം നമ്മെ അമരടിയായിരുന്നു. ഒന്നാലിൽ നിലത്തു വീഴണമെങ്കിൽ ഒന്നാലിൽ നിലത്തു
ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിക്കാം. നമ്മുടെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം. നമ്മുടെ ഹിതം പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയത്തില്ല. അതിന്റെ അന്ത്യം എന്താകുമെന്ന് അറിയത്തില്ല. അത് നിമിത്തം എന്താണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല. ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറുമ്പോൾ അതാണ് പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത്. നാം ചിന്തിക്കാത്ത, നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും തോന്നുവാൻ പോലും സാധിക്കാത്ത ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കാം. യേശു മാറാത്തവൻ എന്ന് ഇന്ന് നമ്മൾ പാടിയല്ലോ. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും, നമ്മുടെ ഏത് സമയങ്ങളിലും, ഏത് നേരത്തും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഒരിക്കലും കൈവിടാതെ വാക്ക് പറഞ്ഞവൻ മാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം അറിഞ്ഞിരിക്കുന്ന സത്യം ഒരു പ്രാവശ്യം കൂടി ഇന്ന് നാം പാടിയല്ലോ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിൽ നാം കേട്ടതുപോലെ ദൈവത്തിന്റെ വലിയ ശെഖേന ഗ്ലോറി ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് അത് അനുഭവിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ നാം ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം തന്നെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ അഭിഷേകത്താൽ ഓരോ ശുശ്രൂഷയും നടത്തുവാൻ ദൈവം സഹായിക്കേണ്ടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുവാൻ നാം കേൾക്കുന്ന വചനങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന രണ്ടുപേര് ഈ സമയത്ത് ശബ്ദമുയർത്തി സഭായോഗത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. Praise you, God. Hallelujah. Praise you, Jesus. Amen. Hallelujah. Thank you, Jesus. Praise you, God. Hallelujah. Lord, praise you. Amen. ജീവിതത്തിന് അനുഗ്രഹമായിരിക്കണേ.
Praise God. Hallelujah. So let us all arise in the presence of God and read Psalm 63. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 63-ാമത്തെ സങ്കീർത്തനം വാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. Hallelujah. Psalm 63. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. ഒരുമിച്ച് വായിക്കാം. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തെ സത്യം ചെയ്യുവാൻ പോലും എങ്കിലും അടഞ്ഞു പോകും. ഹല്ലേലൂയ. എത്രയോ വലിയവനായ ഒരു ദൈവം, അവന്റെ ദയ ജീവനേക്കാൾ വലിയത്. എന്റെ ജീവകാലമൊക്കെ ഞാൻ സ്തുതിക്കുമെന്ന സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. ആ ദൈവം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവം നമ്മെ അവന്റെ പാതയിൽ കൂടി നടത്തുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് വീണ്ടും ആഗ്രഹിക്കാം, കാക്ഷിക്കാം. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് നൽകിയിരിക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്ന് ഈ ആരാധനയിൽ ഒരു പുതിയ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൽ നിന്നും ഒരു സ്പർശനം ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് കർത്താവ് ഇടയാക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of God. And I am very delighted today that
we have so many more of us than last Sunday. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് നമ്മുടെ ആരാധനയിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. First, let me introduce our first-timers. നമ്മുടെ മധ്യത്തിൽ നമ്മുടെ മെമ്പേഴ്സായിട്ട് നാട്ടിൽ പോയിട്ടുള്ള ഒരു പേരാണ് ഞാൻ എൻ്റെ ലിസ്റ്റിലൊന്നും ഇട്ടിട്ടില്ല. കാരണം they are our members, they are not visitors. So അങ്ങനെ നാട്ടിൽ പോയി വന്ന Pastor Justin, we welcome you back. Pastor John Thomas and Sister Elsie, we welcome you back, and may God bless you here today, and for the rest of your stay here, may His blessings be upon you. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ പ്രിയ സിസ്റ്റർ ജാസ്മിൻ ആൻഡ് ബെഞ്ചമിൻ, ജെഫിൻ ആൻഡ് സാലി ആൻറ്റി. നമുക്ക് പുതിയ ആളുകളല്ല. ദേ ആർ നോട്ട് ന്യൂ ടു അസ്. ഞാൻ അവരെ നമ്മുടെ ചർച്ചിലെ അംഗങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കണ്ടിരിക്കുന്നവരാണ്. സോ അവര് എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും വരാത്തത് എന്നുള്ള ആ ഒരു ചോദ്യമേ എനിക്കുള്ളൂ. സോ in my mind I consider you as part of this church, and I welcome you once again to this worship. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം കൂടി നൽകിയല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. നമുക്ക് we have one birthday this week. Our sister Bindu, she is not here right now. Sister Bindu is celebrating a birthday. This past week was her birthday, and we are celebrating that today, and we're going to pray for her. Later on, after she comes, we will pray for her. And so no anniversaries, and we have a few things to do before we go into the English worship. I'm going to give a few minutes to very short time, and to Pastor Justin to come and say a testimony. Sister Elsie, do you want to say a word of testimony? You can say a word of testimony. Anybody else wanted to say briefly, but a short item? Just say your testimony, then I'll come back here. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഈ സഭയിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ചെയ്ത വലിയ അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ എനിക്ക് നാട്ടിലേക്ക് പോകാൻ ദൈവം സഹായിച്ചു. നാട്ടിൽ പോയി സിസ്റ്ററെ കാണുവാൻ, ഫാമിലിയെ കാണുവാൻ, ചർച്ചിനോടുകൂടി ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം വിസിറ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ അവിടെ ആയിരിക്കാൻ ദൈവം കൃപ തന്നു. തിരിച്ചുള്ള മടക്കയാത്രയിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഒരു വലിയ ദൈവത്തിന്റെ കരമാണ്. ഞാനത് കണ്ടു. കാരണം എൻ്റെ മുന്നിലുണ്ടായിരുന്ന പലർക്കും പല വിഷയങ്ങളും നേരിട്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന എന്നോടുകൂടെ ഉണ്ടാകണം. തുടർന്നുള്ള വർഷങ്ങൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു പുതിയ ഡെഡിക്കേഷനോടുകൂടി ദൈവത്തിന് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന സമയം ഈ ദേശത്ത് ഞാനായിരിക്കുമ്പോൾ ഈ സഭയ്ക്കും ഈ ദേശത്തിനും എല്ലാവർക്കും ഞാനൊരു അനുഗ്രഹമാകേണ്ടതിന്, അതിലുപരി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഞാനൊരു കൂട്ടായി മാറേണ്ടതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി ഞാനത് അപേക്ഷിക്കുന്നു. താങ്ക് ദൈവത്തെ ഇവിടെയുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കണം. വിശേഷം പുതുമോർത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഓർത്ത് ദൈവത്തെ അവിടെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 6.5 മാസക്കാലം കേരളത്തിലായിരിക്കുവാൻ തക്കണം ദൈവം കൃപ ചെയ്തു. അവിടെ ആയിരുന്ന സമയങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനവും കാവലും അടിങ്ങളുടെ മേലുണ്ടായിരുന്ന എല്ലാ വഴികളും ദൈവം സഹായമായി കൂടെ ഇരുന്ന് വഴി നടത്തിയ തൻ്റെ കവനെ ഓർത്ത് ദൈവത്തെ അവിടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അറിഞ്ഞുപോലെ അടിയുടെ ഇളയ മകളുടെ കല്യാണം വിവാഹം നടക്കുവാൻ തക്കണം ഇടയായി. ദൈവജനങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊള്ളുന്നു, സ്നേഹം അങ്ങനെ അറിയിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഉള്ള യഹോവയെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നുള്ള തിരുവചന പ്രകാരം കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ രക്ഷ
രക്ഷ എൻ്റെ ദൈവത്തിൽ നിന്നായിരുന്നു. എൻ്റെ ദൈവത്തെ നോക്കി മൗനമായിരുന്ന സന്ദർഭങ്ങളൊക്കെ കർത്താവ് എനിക്ക് രക്ഷകൻ സഹായകമായി കൂടെ എഴുന്നള്ളി നിർത്തിയ തൻ്റെ എല്ലാ കർമ്മങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് അന്യത്തോളം കർത്താവിന് പ്രയോജനമുള്ളതായി നിലനിൽക്കുവാൻ തക്കനിടയാകേണ്ടതിന് ദൈവത്തിനുള്ള പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ദിവസം നീങ്ങുന്നു. Silence ഒന്നുകൊണ്ടാണ് ഞാൻ വന്നത്. But anybody else wanted to say a word of testimony? Praise the Lord, church. Last weekend, I was on my bike, e-bike, and I fell down on my knee. And I thank the Lord for keeping me safe because I didn't wear a helmet that day, but I was going to and then forgot. But I always pray before doing it because my mom told me to pray before I go on my bike. And someone reminded me to wear my helmet. So I decided to wear my helmet, and then when I fell, I hit my head really hard, and my helmet got dented on all sides. And I thank the Lord for just keeping me having little damage on my knee, and thank Him for keeping me safe. Praise God. Thank God for God's protection. We will pray for you, Jeremy, and God will continue to protect you. Anybody else want to say a word of testimony? Okay, I then invite the English praise and worship to come and lead us in worship. At that time, we will also take the offering. Praise the Lord, church. Let's all stand in the presence of God. Hallelujah. Hallelujah. Just want to take a moment to praise our God and give all the love and all the gratitude towards Him because He has been a great Father. And whatever things that happen in our life, this song today we're going to sing is talking about a healer. We know our God is a healer. We've been through all the sickness that could take us from this world, but He always kept us safe. Could be anything. Last week we drove around and nothing happened to us. It's all because of His grace and mercy. We heard about Jeremy's testimony today. It's because of His mercy and grace, mercy and grace, God. Thank you for everything You have done in our life, God, for helping us. The things that we thought would not happen in our life, He regardless took care of us and opened doors for us. And Father, He opened our doors. He protected us. When people thought we will not make it, when enemies said that we're not going to rise up again, He always opened that door for us. So let's all take this moment and praise our God. Hallelujah. You hold my very moment. You calm my raging seas. You walk with me through fire and heal all my disease. I trust in You. I trust in You. And I believe You're my healer. I believe You are all I need. I believe You're my portion. I believe You're more than enough for me. Jesus, You're all I need.
Jesus, you're our healer and everything we need. You're our comfort and our shelter, and there is none like you, Lord. We join with all of your creation on this earth to declare your praise. So let's sing it out together. Shout to the Lord. My Jesus, my Savior, Lord, there is none like you. All of my days, I want to praise the wonders of your mighty love. My comfort, my shelter, tower of refuge and strength. Let every breath, all that I am, never cease to worship you. Shout to the Lord of the earth, let us sing. Power and majesty, praise to the King. Mountains fall down and the seas will roar at the sound of your
കടന്നു വന്ന സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ മറച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. നമ്മുടെ വലിയ ദൈവമായ നമ്മുടെ ഉന്നതനായ ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിലാണല്ലോ ഇന്ന് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മുമ്പ്, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആമേൻ, നമ്മളിവിടെ കേൾക്കപ്പെട്ട എല്ലാ വചനങ്ങളും ആ കർത്താവിന്റെ ശക്തിയെ കുറിച്ചാണല്ലോ. നമ്മൾ പാടിയതും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിയണമെങ്കിൽ അത് കർത്താവിന്റെ അറിവോടാണ്. ദൈവത്തെ പലപ്പോഴും നമുക്ക് നമ്മുടെ മുഖാമുഖമായി അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും പ്രിയ ദൈവമക്കളെ, നീ തളരുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, നീ ഹല്ലേലൂയ ഞരങ്ങുമ്പോൾ, മറ്റാരോടും നിനക്ക് പറയുവാൻ കഴിയാത്ത വേദനയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിന്റെ അരികെ ഒരു ശബ്ദം നീ പലപ്പോഴും കേട്ടിട്ടില്ലയോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രതീക്ഷ നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ഇത് പലകാലം അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. മുമ്പിൽ പലപ്പോഴും പലതിലും ശൂന്യത കാണുമെങ്കിലും ദൈവ പൈതൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവന്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: കൊയ്ത്ത് കാലത്ത് എല്ലാം യോർദാൻ കരകവിഞ്ഞൊഴുകുമെങ്കിലും ആമീൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ഹല്ലേലൂയ കലങ്ങിമറിയുന്ന മരണയോർദാനിൽ ചവിട്ടിയപ്പോൾ ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് രാവിലെ നമ്മൾ ഓർപ്പിക്കുകയാണ്. ആമീൻ കലങ്ങിമറിയുന്ന നന്മകളെ കെടുത്തിക്കളയുന്ന മരണയോർദാനില് ആമീൻ അഭിഷേകം ആമീൻ ചുമക്കുന്ന പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ചവിട്ടിയപ്പോൾ ആമീൻ അതിന്റെ വെള്ളം അനക്കം നിന്നതുപോലെ നിനക്കെതിരെ ശത്രു കൊണ്ടിരുന്ന എല്ലാ ആയുധങ്ങളും ഇന്ന് പകൽക്കാലം തകർന്നടിയിട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ട് കരങ്ങളെ അടിച്ച് നാം ദൈവത്തിന്റെ പൈതലാണ്, നാം ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നത് ആമീൻ സർവശക്തിയുള്ള ദൈവത്തിന്റെ മുമ്പിലാണ്. സാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം, ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം, മരിച്ചിൽ നാറ്റം വെച്ച അനുഭവത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയ ദൈവം. ഇന്ന് കാലം നാം ഇവിടെ കേൾക്കപ്പെടുന്ന, ഇവിടെ പറയപ്പെടുന്ന വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളെ നാം രാവിലെ കേട്ടു. ആമേൻ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. രാജാവായിരുന്ന ദാവീദ് പ്രാർത്ഥിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നാം പ്രത്യേക സമയം കണ്ടെത്തണം. ഞാൻ ഓഫറിങ്ങിന്റെ പ്രയറിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ആമീൻ ഞാൻ പല വചനങ്ങളും ധ്യാനിച്ചപ്പോൾ ആമീൻ തന്ന 1-2 വചനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മുള്ളും പറക്കാറിയും നിറഞ്ഞ വഴികൾ, തുള്ളനും പച്ചപ്പുഴുവും വെട്ടുക്കിളിയും നശിപ്പിച്ച സംവത്സരങ്ങൾ. ആമേൻ, ദൈവപൈതലെ നീ ഞരങ്ങണ്ട, നീ കരയണ്ട. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിലാണോ, നിന്റെ രോഗത്തിന്റെ വിഷയത്തിലാണോ, നിന്റെ ഫാമിലി ഇഷ്യൂസിലാണോ, ആമേൻ നിന്റെ കുഞ്ഞുങ്ങളുടെ ആമേൻ പഠിത്ത വിഷയത്തിലാണോ, അല്ലെങ്കിൽ നിന്റെ സഭയെ ഓർത്താൻ നീ കരയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളെ നടത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെയും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ കർത്താവ് കൃപ തന്നു. ആയുസ്സും ആരോഗ്യം തന്നു. ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും ചലിപ്പിക്കുക, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച, ഞങ്ങളുടെ ചെവി കേൾക്കുവാൻ, ഞങ്ങൾ കർത്താവെ തിരുവചനം വായിക്കാൻ ഞങ്ങളുടെ നാവിനെയും ബലപ്പെടുത്തിയല്ല നന്ദി. ഞങ്ങൾ ശ്വസിക്കുന്ന പ്രാണവായു പോലും ദൈവമേ അങ്ങയുടെ ദാനമാണ്. ദൈവത്തിന് നമുക്ക് കരയുന്നത് കർത്താവേ. അപ്പൊ ആ കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെയും പകൽക്കാലം അനുഗ്രഹിക്കണം. സാക്ഷ്യവാചകത്തിൽ കൂടി കർത്താവെ കേൾപ്പിച്ച ഹല്ലേലൂയ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജർമ്മിയന്റെ കരങ്ങൾ തരികയാണ്. വലിയ ഒരു അപകടത്തിൽ നിന്ന് കർത്താവ് തന്നെ മകനെ വിടുവിച്ചു. ആമേൻ. അനർത്ഥം വ്യസനകാരണമായി തീരാറുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, തന്റെ മകനെ സൂക്ഷിച്ചതിനായി ദൈവത്തിന് നമുക്ക് കരയിട്ടുന്നു. നാട്ടിലായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൂട്ടിവരുത്തിയല്ലോ. ഞങ്ങളുടെ കരങ്ങൾ തരികയാണ്. നാട്ടിലായിരുന്നപ്പോൾ തന്റെ മകനെ നീ ഇവിടുന്ന് സൂക്ഷിച്ചു. വന്ന വഴികളിൽ ദുർഘടങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം തന്നെ മകനെ നിർത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പം ആരാധിപ്പാൻ ദൈവം ആമേൻ ആദ്യ മകനെ ഇടയാക്കിയല്ലോ. നന്ദി.
നിങ്ങളുടെ കർത്താവിന്റെ ദാസൻ ജോൺ പാസ്റ്ററേയും തോമസ് പാസ്റ്ററേയും കർത്താവെ അമ്മാമയെ നിന്റെ കരങ്ങൾ തരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടിലായിരുന്നപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടിയും കർത്താവ് കൊടുത്തവരെ നടത്തി ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നല്ലോ. ദൈവത്തിന് മഹത്വം കരയുന്നു. ഞങ്ങളുടെ സാലിയന്റെ നിന്റെ കരങ്ങൾ തരികയാണ്. നിന്റെ മക്കൾക്കും ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം വഴിയൊരുക്കിയതിനായി ദൈവത്തിന് മഹത്വം. ജാസ്മിനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ മാനസിയെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം ആമീൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഹല്ലേലൂയ. കുഞ്ഞിന്റെ കർത്താവ് ഈ ആരാധനയുടെ മധ്യത്തില് ദൈവം വിടുതൽ കൊടുക്കുവാൻ ശക്തനാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കുഞ്ഞിന് പകൽക്കാലം കർത്താവേ ആമീൻ നിന്റെ കരം തുറന്നൊരു പൽക്കാലമാക്കി തീർക്കണം. ആമീൻ ഹല്ലേലൂയ. ഇന്നവരെ ഹല്ലേലൂയ ആമീൻ എവിടെയായിരുന്നാലും അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണം. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആയുസ്സിൽ ഒരു വർഷം കൂടെ നീട്ടിക്കൊടുത്ത ഞങ്ങളുടെ സിസ്റ്റർ ബിന്ദുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം തന്നെ ഞങ്ങളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. കർത്താവേ അനേക വാലികള് അനേകം മൗണ്ടൻസ് ഒക്കെ അവർ കടന്നുപോയ വഴികളാണ്. എങ്കിലും ഇന്നും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കരയുന്നു കർത്താവേ. അപ്പാ എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങൾ നീട്ടിയ എല്ലാ നിന്റെ മക്കളെയും അപ്പാ സ്തോത്രം സ്തോത്രം നീ അനുഗ്രഹിക്കണം. അധികമായി ആമീൻ അവരുടെ ഹല്ലേലൂയ ഭണ്ഡാരത്തിൽ കർത്താവ് അമർത്തി കുലുക്കി കവിയേന്ദ്ര അളവിനെ കൊടുത്ത് അവരെ മാനിക്കണം. ഞങ്ങളുടെ സഭയെ നിന്റെ കാര്യങ്ങൾ തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ കൂടെ ഇരിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ നെൽസൺ പാസ്റ്ററേയും കുടുംബമായി ഞങ്ങൾ ഈ പകൽക്കാലം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആമീൻ ഈ സഭ ഹല്ലേലൂയ ഈ ദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരുവാൻ ഒരു ചടങ്ങ് പോലെ ഒരു ആരാധനയും തീരാതെ ആമീൻ ഓരോ ആരാധനയിലും ആമീൻ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളായി തീരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് കൃപ ചെയ്യണം. കടക്കപ്പെടുന്ന കർത്താവെ വചനത്തിനായി സ്തോത്രം. വചനം പറഞ്ഞ ദാസനായി ബലപ്പെടുത്തിക്കാണ് കർത്താവെ കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. സാധാരണ ഞാനിവിടെ വന്ന് ഒരു പ്രാസംഗികനെ പരിചയപ്പെടുത്താറില്ല. They will automatically come here and speak. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് പാസ്റ്റർ ജോൺ തോമസ് ആണ്. ഇവിടെയുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത ചിലരുണ്ട്. A few people don't know him. Pastor John Thomas and we are our friends for a long time, since 1973. 1973 മുതൽ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. We studied the Word of God together, and then we went on to different ways and done a lot of different things. And so he is serving the Lord most of the time in India, and he is the president of the church, the fellowship churches in India. I don't know exactly, but he will tell you that. And he is serving as the president of that, and he will be here half of the year, mostly half of the year, and he will be back in India half of the year. He has 4 children, 3 are here, 1 is in India, and he will tell you most. I'm not going to take all of his time. I'm only giving him a few minutes. We wanted to stop this at a certain time, and so let us pray for him, for the Lord to anoint him and speak to us. Amen. Hallelujah. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തൃദാസനും കുടുംബത്തിനും ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യമുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. യഹോവയായ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളിലും നിറവേറ്റപ്പെടുവാനും ഇന്ന് ദൈവജനത്തോടെ കർത്തൃദാസനോടും കുടുംബത്തോടും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നതിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും. കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കാനായി ദൈവം ഇടയാക്കി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി വിശേഷം അറിയിക്കുന്നു. ഒട്ടും അതിശയോക്തി കലർത്താതെ ഓർപ്പിക്കുകയാണ്,
എല്ലാ ദിവസവും 3 നേരം ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ആ വലിയ ആത്മസ്നേഹത്തിൽ, ആത്മബന്ധത്തിൽ ഇന്നും വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകിയല്ലോ. നന്ദി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനവുമായി ഇവിടെ നിൽക്കുവാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരെയും കാണുവാനും മാത്രമല്ല, ഞങ്ങളിവിടെ നിന്ന് പോയതിന് ശേഷം കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും കാണുവാനും ബുധനാഴ്ച രാത്രികളിൽ സൂം പ്ലാറ്റ്ഫോമിൽ നടത്തി വരാറുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരുമിച്ച് സംബന്ധിപ്പാനെല്ലാം ദൈവ അവസരങ്ങളെ നൽകിയല്ലോ. അങ്ങനെ പേരുകൾ വളരെ പരിചിതമാണ്. ഓർത്ത് പ്രാർത്ഥിക്കാനുമൊക്കെ കർത്താവ് അവസരം നൽകി. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് തൊട്ട് മുമ്പ് ഈ അമ്മാമ്മയുടെ ഇളയ മകൻ സിസ്റ്റർ മിനിയുടെ ഇളയ സിസ്റ്റർ ജോസ് കടന്നു വന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും 40 മിനിറ്റോളം സംഭാഷണമുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 40 വർഷത്തെ ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ആ ഒരു സംഭാഷണത്തിലൂടെ ഇടയായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഒരു ജന്മം കൊണ്ടൊരു സഭയാണ്, മർത്തോമാ സഭയാണ്. മർത്തോമാ സഭയുടെ ആരംഭകാല നവീകരണ ഉപദേശത്തിൽ അധിഷ്ഠിതമായി ആരംഭിച്ചതായ ആ സഭ ആദ്യ പിതാക്കന്മാരൊക്കെ ഓരോ യോഗങ്ങളിലും വിളിച്ചു പറയാറുണ്ട്, എല്ലാ മർത്തോമാക്കാരും ഓരോ സുവിശേഷകനാണ്. ആ ഓർമ്മകളൊക്കെ പങ്കിടുവാനും, അതുമാത്രമല്ല പ്രിയപ്പെട്ടവർ പാർക്കുന്ന ദേശം കുർത്തിയാട് ദേശത്ത് 1990 മുതൽ 1994 ഞങ്ങൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാനും ദൈവ അവസരം നൽകി. ആ പ്രദേശം നല്ല ഓർമ്മയുള്ള സ്ഥലമാണ്. അങ്ങനെ നല്ല ഓർമ്മകൾ പങ്കിടുവാൻ ദൈവ അവസരം ലഭിച്ചു. മാത്രമല്ല ഈ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക വന്ദനം അറിയിക്കണമെന്നും എന്നെ ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യത്തിൻ്റെ ആരംഭഭാഗം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യത്തിൻ്റെ ആരംഭഭാഗം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. The woman left her water pot and went into the city. ഒരു പ്രാവശ്യം പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, നൽകിത്തുന്ന വചനത്തിനായി സ്തോത്രം. അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. സ്തോത്രം. ദൈവവചന ശുശ്രൂഷ എന്ന ഈ അഭിമാന നിയോഗം ലഭ്യമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിന് അവസരം നൽകിത്തന്ന ബഹുമാന്യ കർത്തൃദാസനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. 2023 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, അതിൻ്റെ തലവാചകം Falling Upward, written by a Franciscan priest named Richard Rohr. താഴേക്ക് വീഴുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ ഗ്രാവിറ്റിയുടെ സിദ്ധാന്തം, ഭൂമിയുടെ ആകർഷണം എല്ലാം താഴോട്ട് ചെയ്യുന്നു. എന്നാൽ എങ്ങനെ ഇത് മുകളിലോട്ട്? ഒരു ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങൾ ആ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നു. ഫസ്റ്റ് ഹാഫ്, ആദ്യ ഭാഗം എന്നുള്ളത് ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് യുവർ ഐഡൻറ്റിറ്റി, എസ്റ്റാബ്ലിഷിംഗ് എ കരിയർ ആൻഡ് ഫൈൻഡിങ് സെക്യൂരിറ്റി. ഐഡൻറ്റിറ്റി കെട്ടിപ്പടുക്കുന്നതിലും
കരിയർ സ്ഥാപിക്കുന്നതിലും സുരക്ഷ കണ്ടെത്തുന്നതിലും ജീവിതത്തിൻ്റെ ഒന്നാം ഭാഗം വേർതിരിക്കുന്നു. രണ്ടാം ഭാഗം, ദ സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ്, ഫോക്കസ്ഡ് ഓൺ ഡീപ്പർ മീനിങ്, purpose and inner integrity, often triggered by a crisis or a fall. ജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥം ഗ്രഹിപ്പാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശം, ആന്തരിക സമഗ്രത പലപ്പോഴും പ്രതിസന്ധി മൂലമോ വീഴ്ച മൂലമോ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ താഴേക്കിടയിലേക്ക് വീണുപോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ സ്ത്രീയെക്കുറിച്ച് വളരെ പരിചിതമായ ഒരു അധ്യായമാണ് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ എല്ലാ പാപഭാരത്തിൻ്റെയും പാത്രം കിണറ്റിനരികെ വെച്ച് അവൾ പട്ടണത്തിലേക്ക് പോയി എന്ന് നാം നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനായിട്ടിടയായി. യേശു ഈ സ്ത്രീയെ കണ്ടുമുട്ടിയത് ഒരു നട്ടുച്ച നേരത്തായി. നട്ടുച്ച നേരത്തെ എന്നുള്ളത് ഒരു സിനിമ, ഒരു ചിത്രത്തിൻ്റെ പാട്ടാണ്. അത് പാടിയത് KJ യേശുദാസും വസന്തയും ചേർന്നാണ്. അദ്ദേഹം നാം ഈ പാർക്കുന്ന നാട്ടിലുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. എങ്കിലും അതിനൊരു കോറസ് ഉണ്ട്. അയ്യയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു സമ്പ്രായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. ഈ കോറസിൻ്റെ ഈ രണ്ട് വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നതായ ഒരു കാലത്ത് ഒരു സ്ത്രീയെ അഭിമുഖീകരിക്കുവാൻ മനസ്സ് വെച്ചതായ യേശുവിനെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രദർ ഷിബു ഇന്ന് പഠിപ്പിച്ചതായ ബൈബിൾ ക്ലാസ്സിൽ ശലോമോന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും ഒടുവിലായി നാം കേട്ടതായ പ്രാർത്ഥന യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം, നുറുങ്ങിയും തകർന്നും മനസ്താപമുള്ളവരോട് ചേർന്നിരിക്കുന്നതായ കർത്താവ്. ഇങ്ങനെ തകർന്നുപോയ വീണുപോയ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ആർക്കും ആരാലും വേണ്ടാത്തതായ ഒരു സ്ത്രീയെ അഭിമുഖീകരിപ്പാനായി യേശു കിണറ്റിനരികിലേക്ക് ചെന്നു. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യഹൂദ്യയിൽ നിന്ന് യേശു യാത്ര പുറപ്പെട്ടു പ്രാന്തപ്രദേശത്തൂടെ സഞ്ചരിച്ച് യേശുവിന് ഗലീലയിൽ എത്താമായി. എന്നാൽ എന്തുകൊണ്ടോ ഈ സ്ത്രീയെ ഒന്ന് കാണണം, അഭിമുഖീകരിക്കണം, അവളെ വീണ്ടെടുക്കണം, അവൾക്കൊരു പുതുജീവൻ നൽകണം എന്ന തീരുമാനത്തോടുകൂടി യേശു അവളുടെ അടുക്കിലേക്ക് ചെന്നു. ഇവളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തികച്ചും എല്ലാ നിലയിലും അവൾ അയോഗ്യയായിരുന്നു. എന്നാൽ യേശുവുമായിട്ടുള്ള അഭിമുഖം അവളെ യോഗ്യതയുള്ളവളാക്കി തീർത്തു. അങ്ങനെ അവൾ യോഗ്യതയുള്ളവളായി തീർന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് നാം തുടർന്ന് വായിക്കുന്നത്. അവിടെ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം അവൾ യേശുവിൻ്റെ പാദപീഠത്തിൽ വെച്ചു. അവിടെ നിന്ന് അവൾക്ക് യേശുവിൽ നിന്ന് ലഭിച്ചതായ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് അവൾ പട്ടണത്തിലേക്ക് പോയതായി നാം ഇവിടെ വായിക്കുന്നു. ഇന്ന് പകൽ ദൈവാരാധനയ്ക്കായി നാം കടന്നു വന്നിരിക്കുമ്പോൾ ഓരോ പാത്രങ്ങളുമായിട്ടാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വന്നത്.
വേദനയുടെയും നിരാശയുടെയും സങ്കടങ്ങളുടെയും ഞെരുക്കത്തിന്റെയും അതേ ദുഃഖങ്ങളുടെയും മനസ്സിന്റെ നൊമ്പരങ്ങളുടെയും പാത്രങ്ങളുമായിട്ടാണ് ഇന്ന് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഇന്ന് എന്ന് മാത്രമല്ല, എന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ് നാം ദൈവസന്നിധിയിൽ വരുന്നത്. എന്നാൽ നമുക്കൊരു വലിയ വാഗ്ദത്തമുണ്ട്. നിന്റെ ഭാരമേറിയ പാത്രം നീ എന്റെ അടുക്കൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നീ കുലുങ്ങിപ്പോകുവാൻ, നീ തളർന്നു പോകുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കയില്ല എന്ന ആ വലിയ വാഗ്ദത്തം. സ്തോത്രം. അവൾ പുറപ്പെട്ടു. 4-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ കുറിച്ച് യേശു എന്നോട് പറഞ്ഞു. എന്നെ കുറിച്ച് യേശു എന്നോട് പറഞ്ഞു എന്ന് അവൾ പോയി പറഞ്ഞു. സുവിശേഷം രക്ഷയെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ബൈബിൾ കോളേജ് ബിരുദങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു. അവളുടെ സാക്ഷ്യം, അവളുടെ പ്രസംഗം ഒറ്റ സെന്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാം വായിക്കുന്നത്, എന്നെ കുറിച്ച് യേശു എന്നോട് പറഞ്ഞു. 42-ാമത്തെ വാക്യത്തിൽ, ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. എന്നിട്ട് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, യേശു സാക്ഷാൽ ലോക രക്ഷിതാവ്. പാപഭാരം ഒഴിക്കപ്പെട്ട് പാപത്തിന്റെ ചുമട്, പാപത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പാപം ഒരു ഭാരമാണ്. സ്തോത്രം. അങ്ങനെ നമ്മൾ പാടാറുണ്ടല്ലോ, പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു. പാടാൻ സമയമില്ല. പാപം എന്താണ്? ഭാരമാണ്. സ്തോത്രം. പാപം ഒരു കടമാണ്. പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. പാപബന്ധം അഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ കടങ്ങളും ഭാരങ്ങളും എല്ലാം അവൾ യേശുവിന്റെ പാദത്തിൽ വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു. എങ്ങനെയാണ് പുറപ്പെട്ടത്? ഒരു വലിയ നിയോഗവുമായിട്ടാണ് പുറപ്പെട്ടത്. യേശുവിനെ അറിയുവാനുള്ള അവസരം, ഭാഗ്യം ലഭിച്ച അവൾക്ക് പിന്നീട് അവൾക്ക് ലഭിച്ച നിയോഗം എന്നുള്ളത് യേശുവിനെ അറിയിക്കുക എന്നുള്ളതാണ്. നോ ജീസസ് ആൻഡ് മേക്ക് ഹിം നോൺ. യേശുവിനെ അറിയുക, യേശുവിനെ അറിയിക്കുക. യേശുവിൽ നിന്ന് അകന്നുപോയ പത്രോസിനെ തേടി യേശു ചെന്നു. അത് യേശുവിന്റെ സ്നേഹമായി. അങ്ങനെ നാം സ്നേഹത്തെ കുറിച്ച് വായിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രവചനവരം നിന്നുപോകും, ഭാഷാവരം നീങ്ങിപ്പോകും, ബട്ട് ലവ് നെവർ എൻഡ്സ്. സ്നേഹം ഒരു നാളും അവസാനിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുന്നത്, സ്തോത്രം, യേശു സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. അവസാനത്തോളം സ്നേഹിച്ചു. ശ്രദ്ധിക്കണമേ, അതുകൊണ്ടാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു 11 ശിഷ്യന്മാരെ തേടിപ്പോയത്. 7 പേര് ഗലീലക്കടലിൽ മീൻ പിടിക്കാനായിട്ട് പോയി, 2 പേര് എമ്മോസിലേക്ക് പോയി, ബാക്കി 2 പേർ ചിതറിപ്പോയി, 500 പേർക്ക് പ്രത്യക്ഷനായി. ഒറ്റയൊരു കാരണം, യേശു സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് മടക്കി കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, പത്രോസിനോട് ഒരു വാക്ക് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഒരു വലിയ നിയോഗം പത്രോസിന് നൽകുവാനായിട്ടിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയിലും വിവിധ നിരകളിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന ജനത്തെ കണ്ടപ്പോൾ എന്റെ ഹൃദയം സന്തോഷിപ്പാനായിട്ടിടയായി. സ്തോത്രം. യേശുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവരായ നാം, നമ്മുടെ നിയോഗം, നമ്മുടെ ദൗത്യം എന്നുള്ളത് യേശുവിനെ അറിയിക്കുക. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ 4 ഭിത്തിക്കുള്ളിൽ മാത്രമല്ല, അവസരം ലഭിക്കുന്നിടത്തൊക്കെ നമ്മൾ പോയി കർത്താവിനെ അറിയിക്കുവാനായിട്ടാണ്. അവൾ ശമരിയ പട്ടണത്തിൽ പോയി അവൾ യേശുവിനെ അറിയിപ്പാനായിട്ടിടയായി. അവരെല്ലാം കൂട്ടത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നു. സ്തോത്രം. എന്നിട്ട് അവർ ചെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ നിന്റെ സാക്ഷ്യം കൊണ്ടെല്ലാം ഞങ്ങൾ കണ്ട് വിശ്വസിച്ചു. സ്തോത്രം. അവരുടെ വിശ്വാസം അവരുടെ സാക്ഷ്യത്തെ സൂപ്പർസീഡ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദേശം നമ്മിൽ ഒരു പ്രചോദനമാകട്ടെ. യേശുവിനെ അറിയുവാനുള്ളതായ ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ.
ഈ സ്ത്രീയെ പോലെ ഒരുപക്ഷെ കുടുംബാവിയൊന്നും അല്ലായിരിക്കും നമ്മൾ. എന്നാൽ ഒരു കാലത്ത് ദൈവത്തെ അറിയാത്തവരായി, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായി, പരദേശികളായി, ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ കൃപയാൽ, ഭാഗ്യവശാൽ, സ്തോത്രം, രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിച്ചേർന്നതുപോലെ ഈ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു അഭിമുഖീകരണത്തിന് എത്തിച്ചേരുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മിൽ ഒരു വലിയ നിയോഗം കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എന്നേ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരായി എത്രയോ സന്ദർഭങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, മാറാരോഗങ്ങളൊക്കെ നമുക്ക് നേരിട്ടതായ സമയങ്ങളുണ്ടായും അതൊന്നെല്ലാം ദൈവം നമ്മെ വീണ്ടെടുത്ത് ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, അവസരം നൽകി തന്ന് ഇന്നും നമ്മെ നിർത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരുവാൻ. സ്തോത്രം. നാം യേശുവിനെ കണ്ടു, യേശുവിനെ അനുഭവിച്ചറിഞ്ഞവരാണ്. യേശുവിനെ സാക്ഷികളാകുവാൻ ദൈവം ഈ തലമുറയിൽ നമ്മെ തിരഞ്ഞെടുത്തല്ലോ. യേശു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? യേശു പാപികളെ രക്ഷിപ്പാൻ. 1 തിമോത്തിയോസ് 1-15 വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് യേശു ഈ സ്ത്രീയെയും കണ്ടു, അവളോടൊപ്പം നിന്നു, അവളോട് സംസാരിച്ചു. അവൾ യേശുവിനെ അറിഞ്ഞു. അവൾ വലിയൊരു രൂപാന്തരമായി. യേശുവായിട്ടുള്ള ഓരോ അഭിമുഖീകരണവും നമുക്കൊരു രൂപാന്തരത്തിന് മുഖാന്തരമായി തീരട്ടെ. ഇന്ന് പകലും ഈ ആരാധനയിൽ നാം കടന്നു വന്ന് ദൈവത്തെ കാണുമ്പോൾ, ദൈവമായി സംസാരിക്കുമ്പോൾ ഒരു വലിയ രൂപാന്തരത്തോടെ, സമർപ്പണത്തോടെ മടങ്ങുവാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് അവസരം നൽകട്ടെ. ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഈ ഭൂമിയിൽ ഭൗതികമായി നാം എന്ത് നേടി എന്നുള്ളതിനേക്കാൾ അതെല്ലാം നാം വിട്ടേച്ചു പോകേണ്ടവരാണ്. എന്നാൽ ഇവിടെയെല്ലാം കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ അറിയിപ്പാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. അതെല്ലാം നിത്യതയിൽ നമ്മുടെ പ്രതിഫലത്തിന് കാരണമായി തീരും. പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നമ്മുടെ പ്രതിഫലം ശുഷ്കമായി പോകാതിരിക്കേണ്ടതിന് നമ്മളാവോളം കർത്താവിനായി പ്രയോജനപ്പെട്ട് നാം ഒരുങ്ങി, അനേകരെ ഒരുക്കി ഈ പ്രയാണം തുടരുവാൻ സർവശക്തൻ നമുക്ക് കൃപ തരട്ടെ. കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മോട് നമ്മൾ കേട്ടു. നാം ദൈവത്തെ അറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിനെ നാം അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവകൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. We have a responsibility. Now we have to make him known to others. ഈ സ്ത്രീയുടെ ജീവിതം ഒരു പാവത്തിന്റെ, ഭാരത്തിന്റെ ജീവിതമായിരുന്നു. നമുക്ക് ഈ ആരാധന ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് ചേർന്ന് പാടാൻ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയാണ്. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ട് ഓടി ഓട്ടം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. Thank you.
ഉയരത്തിൽ ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഇന്ന് കേട്ട ശമരിക്കാരി സ്ത്രീ ജീവിച്ചതും അതുപോലെ പാപത്തിന് സ്വാധീനമുള്ള ഒരു ലോകത്തിലാണ്. യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അവളുടെ സകല പാപവും മോചിച്ചു കിട്ടുവാൻ, അവളുടെ കർത്താവിന്റെ നല്ല സാക്ഷിയായി തീരുവാൻ, മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച്, യേശു ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ സാധിച്ചതുപോലെ ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു. പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഓരോ വശത്തു നിന്നും നമ്മെ സ്വാധീനിക്കാൻ ശ്രമിക്കും. എന്നാൽ ആ സ്വാധീനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് കർത്താവിന്റെ ദാസൻ അതിന്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ ഗ്രാവിറ്റിയുടെ റൂളിൽ കൂടി സംഭവിക്കുന്നതൊക്കെ താഴോട്ട് വരുന്നതാണ്. എന്നാൽ ദൈവകൃപയിൽ കൂടി സംഭവിക്കുന്നതാണ് ഉയരത്തിലേക്ക് പോകുന്നതാണ്. ഇന്ന് പകൽക്കാലം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പാപത്തെ എതിർത്ത് നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുകയും ഉയരത്തിലുള്ള ദൈവകൃപ നമ്മളിൽ ആകർഷിക്കുവാൻ നമ്മെ ദൈവസരകാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. പ്രിയാച്ചായ ഈ സമയത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. ആരും കാണാത്ത സൺഡേ എല്ലാ മക്കൾക്കായി നന്ദിയോടെ പാടുവാന് പ്രാർത്ഥിപ്പാന് ശ്രദ്ധിക്കുന്നു. കർത്താവിയുടെ വിശ്വനാട്ടിലെയും കുടുംബത്തെയും യാത്രയെല്ലാം കൂടുതൽ സഹായത്തിന് നന്ദിയുടെ വേണ്ടി പ്രാർത്ഥന ആഗ്രഹത്തിലുള്ള മാന്യകർത്താവിന് സഹായിക്കണേ. സഭയിലെല്ലാ കുടുംബങ്ങൾക്കായി വ്യക്തികൾക്കായി നന്ദിയുടെ സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും വ്യക്തികളോട് അനുഗ്രഹിക്കുമാറായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കർത്താവെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചല്ലോ. കഴിഞ്ഞ 52 വർഷക്കാലം കർത്താവെ സൂക്ഷിച്ച് ആരോഗ്യം കൊടുത്തതായി വീണ്ടും കർത്താവിനെ വരെയെങ്കിൽ പ്രാർത്ഥന ഐശ്വര്യപ്പെടുത്ത കുടുംബത്തിന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുള്ള അധിവാസികളുള്ള എല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഒരു ക്രിസ്ത്യാനി രാജ്യത്തിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ രോഗികളെയും സൗഖ്യമാക്കണേ. സകല രോഗങ്ങളും കർത്താവെ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അടുത്ത ആഴ്ച ഒരു വർഷക്കാലം കർത്താവെ അടുത്ത ആഴ്ച കഴിവുകൾ ഞങ്ങളെല്ലാം മക്കളോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതൊരു സ്തോത്രം സർവീസ് കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെയാണ്. അനുഗ്രഹത്തോടെ ഇപ്പോ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.